ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. അതായത് എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് കാണുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കുഞ്ഞുങ്ങളെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ട്രെയിൻ എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്ററുകൾ അത് ജോയിന്റ് ചാപ്റ്ററുകളാണ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും ഉറപ്പായിട്ടും ഒരു മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന ആ നോട്ടിഫിക്കേഷന്റെ പരീക്ഷാ തീയതികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകളുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നു. തുടർന്ന് ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ നിൽപ്പുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും ക്ലർക്ക് കാഷ്യർ പരീക്ഷ, അതേപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ യോഗ്യതകൾ എന്തു തന്നെയാണെങ്കിലും സഹകരണ ബാങ്കിലേക്കുള്ള ജോലി സ്വപ്നം കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പഠനം തുടങ്ങുക. ഇനിയും നിങ്ങൾ മടിച്ചിരിക്കാതെ ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടിയൊക്കെ നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇനിയും മടിച്ചിരിക്കാതെ എക്സാമിനേഷന്റെ തീയതി വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടൻ തീരുമാനമായിട്ട് മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നമ്മൾ നേരത്തെ എഴുതിയ പരീക്ഷകളിലെ ചെറിയ മാർക്കുകൾക്കൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തടുത്ത പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി തരണം ചെയ്തുകൊണ്ട് ആ ദുർഘടമായ വഴികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് അവരുടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ആളുകളാണ്. അവരാണ് CCയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പഠിച്ച് അവരുടെ ആ ജീവിത യാഥാർത്ഥ്യം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പുതിയ പോസ്റ്ററുകൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോ വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ നല്ല നിമിഷമാണ് ഞങ്ങൾക്കിനി വേണ്ടത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഭംഗിയോടുകൂടി നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് മക്കളെ അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത മറന്നു പോകാതെ അങ്ങേയറ്റം തീവ്രമായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നമ്മൾ ഇന്ന് നമ്മുടെ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വിവിധ കാലയളവില്, അതായത് ഒരു 6 മാസം മുതൽ ഒരു 8 മാസം വരെയുള്ള ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് നോക്കിയിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 2 ലൈവ് ക്ലാസ്സുകൾ ഇൻഹൗസിൽ നടത്തി. എല്ലാം ആ ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി എടുക്കുവാൻ സാധിച്ചു. ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഭംഗിയായിട്ട് കവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. അതായത് എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് കാണുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കുഞ്ഞുങ്ങളെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ട്രെയിൻ എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്ററുകൾ അത് ജോയിന്റ് ചാപ്റ്ററുകളാണ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും ഉറപ്പായിട്ടും ഒരു മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം 1086/26 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് വന്നതാണ്. ചോദ്യം ഇതായിരുന്നു: ഒരു ട്രെയിനിന്റെ സ്പീഡ് 42.5 km/h ആണ്. ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഹൗ മെനി മീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ 12 മിനിറ്റ്? ഇതാണ് ചോദ്യം. മക്കളെ, 12 മിനിറ്റ് കൊണ്ട് ആ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്
42.5 കിലോമീറ്റർ പെർ അവർ ആണ്. 42.5 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 42.5 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നല്ലേടാ പിള്ളേരെ അതിന്റെ അർത്ഥം. 42.5 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 മണിക്കൂർ കൊണ്ട് 42.5 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. നിങ്ങളത് മീറ്ററിൽ പറയണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്തിൽ പറയണം? അത് മീറ്ററിൽ പറയണം എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കിലോമീറ്റർ പെർ അവർ കണ്ടാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. എടാ, സ്പീഡിന്റെ കൺവേർഷൻ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാന് 5/18 കൊണ്ട് ഗുണിക്കുക. അതിനു മുമ്പ് ഈ 42.5 എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ വെറുതെ 425 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതിയ തെറ്റ് വല്ലതും ഉണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം ഒരു സംഖ്യക്ക് ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 10 കൊണ്ട് ഹരിച്ചിരിക്കുന്നു. 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഹരിച്ചിരിക്കുന്നു. 3 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ചോദ്യകർത്താവ് പറയുന്നു 42.5 കിലോമീറ്റർ പെർ അവർ, അതായത് 425 ഡിവൈഡഡ് ബൈ 10 കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൽ കിട്ടും? മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 1 സെക്കൻഡിലെ എത്ര മീറ്റർ സഞ്ചരിച്ചു? ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, 1 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിച്ചു, 1 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 1 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യകർത്താവ് ചോദിച്ചത് 12 മിനിറ്റ് കൊണ്ട് 12 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച 12 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം മീറ്ററിൽ പറയാനാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയത് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടി. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 5ഉം 10ഉം കൂടെ വെട്ടിയാൽ നമുക്കറിയാം I2 10 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി മുകളിൽ കിടക്കുന്ന 425, ആ 425നെ 18 കൊണ്ട് എങ്ങാനും വെട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം 18 എന്ന് പറഞ്ഞാല് അതിനകത്ത് 3ന്റെ ഗുണിതം കിടപ്പുണ്ട്. അപ്പൊ 3 കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കാം, അല്ലെ 9 കൊണ്ട് പറ്റുമോ നോക്കാം. മക്കളെ, 5 4 9, 9ഉം 2ഉം 11. അക്കങ്ങളുടെ തുക 11 ആയതുകൊണ്ട് 3 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അതായത് ഇനി നമുക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് വെട്ടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടിയിരിക്കുകയാണ്. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം നമുക്ക് ഇപ്പോൾ കിട്ടി. ഇതാണ് അതിന്റെ അർത്ഥം. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടത് 12 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേണ്ടത്. മക്കളെ, എടാ 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ സെക്കൻഡിലേക്കൊന്ന് മാറ്റാം. 1 സെക്കൻഡ് 12 മിനിറ്റ്, നമുക്ക് 12 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാം. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ, മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിനെ
സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 12നെ 60 കൊണ്ട് ഗുണിച്ചാല് 12×6 72 720 സെക്കൻഡ് എന്ന് വരും. കണ്ടോ, 720 സെക്കൻഡ്. അപ്പൊ ചോദ്യം ചുരുക്കി പറഞ്ഞാൽ 720 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അല്ലേ? 12 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 12 മിനിറ്റ് എന്ന് പറയുന്നത് 720 സെക്കൻഡ് ആണ്. അപ്പോൾ 720 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതാണ് ചോദ്യം അല്ലേ? 1 സെക്കൻഡ് കൊണ്ട് ഇത്രയും. അപ്പോൾ 720 സെക്കൻഡ് കൊണ്ടുള്ള ദൂരം കണ്ടുപിടിക്കാൻ എടാ കുഞ്ഞുങ്ങളെ 720 കൊണ്ട് ഗുണിച്ചാ പോരെ? പോരെ എടാ, 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ഇന്നതാണ്. 720 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ ഈ സാധനത്തിന് 720 കൊണ്ട് ഗുണിച്ചാ പോരെ? മതി മതി മതി. ഇതേ നോക്കിക്കേ, 18×4 അല്ലേ? എടാ 18×4 അല്ലേ? 18×4 ആണ്. ആ പൂജ്യം മറന്നു പോരുത്, ആ പൂജ്യം മറന്നു പോരുത്, പൂജ്യം മറന്നു പോരുത്. 2ഉം 40ഉം കൂടെ വെട്ടിയാൽ 20 അല്ലേടാ? 2ഉം 40ഉം കൂടെ വെട്ടിയാൽ 20. ഇതേണ്ടേ, ഇനി താഴെ ഒന്നുമേ ഇല്ലേ. മുകളിൽ ഒരു 425 കിടപ്പുണ്ട്, 20 കിടപ്പുണ്ട്. 425നെ 20 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 425നെ 2 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ടും 425നെ 2 കൊണ്ട് ഗുണിച്ചാൽ 85 ആണെന്ന് അറിയാം. 425നെ 2 കൊണ്ട് ഗുണിച്ചാൽ 850. അതായത് 425ഉം 425ഉം കൂടെ കൂട്ടിയ 850 അല്ലേ? അപ്പൊ 425നെ 2 കൊണ്ട് ഗുണിച്ച 850 കൂടെ ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 8500. 8500. ഓപ്ഷൻ സി യൂസ് യുവർ ആൻസർ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതായിരുന്നു 2026 നടന്ന ഒരു ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഈ ചോദ്യം ചെയ്തെടുക്കാൻ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക എന്നുള്ള അടിസ്ഥാന വസ്തുതയും അറിയണം. അതുകൊണ്ട് 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 12×6 720 സെക്കൻഡ് ആണെന്നുള്ള കോമൺ സെൻസിലുള്ള അറിവും കൂടെ കിട്ടിയാൽ ഈ സാധനം നമ്മുടെ മുമ്പിൽ നിന്നും 1 മാർക്കായിട്ട് മാറി. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. കുഞ്ഞുങ്ങളെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചോ. ഇതും 2026 പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഞാൻ പഠിപ്പിച്ച് മടുത്ത സാധനം അല്ലേ? ഞാൻ എപ്പോ നിങ്ങളെ കാണാൻ വരുമ്പോഴും എടാ ആവറേജ് സ്പീഡ് നിങ്ങൾ തന്നെ മടുത്ത് കാണും. അത് സ്ഥിരം ചോദ്യമായതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്ട്രെസ് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നു. ആവറേജ് സ്പീഡ്. എന്താണ് ചോദ്യം? ഇഫ് എ പേഴ്സൺ ട്രാവൽ ഫ്രം എ ടു ബി, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും മക്കളെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരാള് 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു. 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു. കണ്ടോ, അങ്ങോട്ട് 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. എന്നിട്ട് ഫ്രം ബി ടു എ 30 കിലോമീറ്റർ പെർ അവർ ഇങ്ങോട്ട് 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു. ശരാശരി വേഗത എത്ര? ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ സാധാരണ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ഇനി സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും 2 സ്പീഡും തരികയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എന്ന് ബിയിലോട്ട് പോയി, ബിന്ന് എയിലോട്ട് വന്നു. സഞ്ചരിച്ച ദൂരം തുല്യമല്ലേ? സഞ്ചരിച്ച ദൂരം തുല്യമാണ്. 2 സ്പീഡും തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y അല്ലേ ഇക്വേഷൻ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ ഇക്വേഷൻ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ് ഇക്വേഷൻ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y.
എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ്, വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്പീഡ് ആണെന്ന് മനസ്സിലായി. ദാ പിടിച്ചു, 2 ഇൻറ്റു 50 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 50 30 കൂടെ കൂട്ടിയാൽ 80 സെറ്റ്. മക്കളെ, താഴെ കിടക്കുന്ന 0 മേളിൽ കിടക്കുന്ന 0 കട്ടായി. എടാ 2ഉം 8ഉം കൂടെ വെട്ടിയ 2 4 8. ഇനി 50ഉം 4ഉം കൂടെ വെട്ടിയാൽ 2 കൊണ്ട് വെട്ടാം. 50ന്റെ പകുതി 25, 4ന്റെ പകുതി 2. ഇനി ഒന്നും വെട്ടാനില്ല. മുകളിൽ 25 3 മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ, 25 3ഉം കൂടെ ഗുണിച്ചാൽ 75 ആണെന്ന് എല്ലാവർക്കും അറിയാം. എടാ മക്കളെ, 75ന്റെ പകുതി 75ന്റെ പകുതി ദാ പിടിച്ചോ, ദേ പിടിച്ചോ 37.5 ആൻസർ. സിംപിളി. 25 3 75 അല്ലേ? എടാ 75ന്റെ പകുതി 37.5 അല്ലേ? ഉത്തരം 37.5. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതായിരുന്നു. രണ്ടാമതായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കാം. ഇതും 2026 തന്നെ നടന്നുപോയ മറ്റൊരു ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. എ മങ്കി ഈസ് ക്ലൈംബിംഗ് എ ട്രീ അറ്റ് എ സ്പീഡ് ഓഫ് 10 meters per minute. ഒരു കുരങ്ങ് ഒരു മരത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. സ്പീഡ് എന്ന് പറയുന്നത് 10 meter per minute. അതായത് ഒരു മിനിറ്റിലെ 10 മീറ്റർ ആണ് കയറുന്നത്. കാര്യം മനസ്സിലായോ? സ്പീഡ് എങ്ങനെ 10 meter per minute എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അർത്ഥം ഒരു മിനിറ്റിൽ 10 മീറ്റർ ആണ് കയറുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മിനിറ്റിൽ 10 മീറ്റർ കയറും. ബട്ട് ആഫ്റ്റർ ഈച്ച് 10 മീറ്റർ, അതായത് നമ്മളിപ്പോ 10 മീറ്റർ കയറി, ആ 10 മീറ്റർ കയറുമ്പോൾ ഇറ്റ് ഫോൾസ് ബാക്ക് ബൈ 2 മീറ്റർ. അയ്യോ, പെട്ടെന്ന് 2 മീറ്റർ താഴോട്ടങ്ങ് വരും. മനസ്സിലായോ? അതായത് ഒരു മിനിറ്റ് കൊണ്ട് 10 മീറ്റർ കയറിയിട്ട് ആ 10 മീറ്റർ കയറി കഴിയുമ്പോൾ പെട്ടെന്ന് 2 മീറ്റർ താഴോട്ടിങ് വരും. ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു റീച്ച് എ ഹൈറ്റ് ഓഫ് 82 മീറ്റർ? അങ്ങനെയാണെങ്കിൽ ആ 82 മീറ്റർ ഉള്ള ആ മരത്തിന്റെ മുകളിൽ എത്താൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. എപ്പോഴും കാണുന്ന കുരങ്ങ് ഇങ്ങനെ കയറി പെട്ടെന്ന് താഴോട്ട് വരുന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി നിങ്ങൾ ഭംഗിയായിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം. ചെയ്യേണ്ട പരിപാടി മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് 10 മീറ്റർ കയറി. എങ്ങനെ? ഒരു മിനിറ്റ് കൊണ്ട് 10 മീറ്റർ കയറി. 10 മീറ്റർ കയറിയപ്പോ 2 മീറ്റർ താപ്പോട്ടിങ് ഇറങ്ങി. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ആ കുരങ്ങ് എത്ര ദൂരം കയറി, അല്ലെങ്കിൽ എത്ര ഹൈറ്റ് കയറി? ഒരു മിനിറ്റ് കൊണ്ട് 10 മീറ്റർ കയറി, 2 മീറ്റർ താപ്പോട്ട് ഇറങ്ങിയ പിന്നെ 8 മീറ്റർ അല്ലേ കയറിയുള്ളൂ. തത്വത്തിൽ 8 മീറ്റർ ആണ് കയറിയത്. അതായത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു മിനിറ്റ് കൊണ്ട് 8 മീറ്റർ ആണ് കയറിയത്. കണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഒരു മിനിറ്റ് കൊണ്ട് 8 മീറ്റർ ആണ് കയറി നിൽക്കുന്നത്, അല്ലെങ്കിൽ കയറുന്നത് 8 മീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞു. ഇനി ചോദ്യകർത്താവ് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, 82 മീറ്റർ ആണ് ടാർഗറ്റ്. 82 മീറ്റർ ഉള്ള ആ ഒരു മരത്തിന്റെ മുകളിൽ എത്താൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ, എപ്പോഴും ടാർഗറ്റ് എത്രയാണോ അതിൽ നിന്ന് കയറുന്നത് അങ്ങ് കുറയ്ക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇറങ്ങുന്നതല്ല, കയറുന്നത് കുറയ്ക്കണം. അപ്പൊ ടാർഗറ്റ് എത്ര? ടാർഗറ്റ് 82 മീറ്റർ അല്ലേ? കയറുന്നത് 10 കുറയ്ക്കുക. എപ്പോഴും അങ്ങനെ അങ്ങ് കുറച്ചേക്കണം. 82 10 മീറ്റർ കുറച്ചാല് 72 മീറ്റർ എന്ന് വരും. മക്കളെ, ആ 72 മീറ്റർ ഉണ്ടല്ലോടാ, ആ 72 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കും നോക്കുക. 72 മീറ്റർ കയറാന് എത്ര സമയം എടുക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. 72 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കും?
നമുക്കറിയാം 8 മീറ്റർ കയറാൻ 1 മിനിറ്റ്. 8 മീറ്റർ കയറാൻ 1 മിനിറ്റ്. 8 മീറ്റർ 8 മീറ്ററിന് 1 മിനിറ്റ്. അപ്പോൾ 72 മീറ്ററിന് എത്ര എന്ന് ചോദിച്ചാൽ, എടാ 72നെ 8 കൊണ്ട് ഹരിച്ചാൽ പോരെ? 72നെ 8 കൊണ്ട് ഹരിച്ചാല് 9 മിനിറ്റ് എന്ന് വരും. അതായത് 9 മിനിറ്റ് കൊണ്ടാണ് 72 മീറ്റർ കയറുന്നത് എന്ന് മനസ്സിലായി. 9 മിനിറ്റ് കൊണ്ട് 72 മീറ്റർ കയറും. അങ്ങനെ 9 മിനിറ്റ് കഴിയുമ്പോൾ അത് 72 മീറ്റർ കയറി നിൽക്കും. കറക്റ്റ് 9 മിനിറ്റ് കഴിയുമ്പോൾ 72 മീറ്റർ കയറും. അടുത്ത 1 മിനിറ്റില് ഇപ്പം 72 നിൽക്കുക. 72 നിന്നും ഒറ്റയടിക്ക് അടുത്ത 1 മിനിറ്റില് 10 മീറ്റർ കയറും. അപ്പൊ 72ന്റെ കൂടെ 10 കൂടെ കൂട്ടിക്കോ. തൊട്ടടുത്ത മിനിറ്റില്, അതായത് 10ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ, 9 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിയുമ്പോൾ 72ഉം 10ഉം 82ൽ പോയി മുട്ടും. പക്ഷെ പെട്ടെന്ന് താഴെ വരും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ 82 ടോപ്പിൽ എത്തിയാൽ മാത്രം മതി. താഴോട്ട് ഇറങ്ങി വരും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഉറപ്പിച്ചോ, 10 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. 9 മിനിറ്റ് കഴിയുമ്പോൾ 72ൽ നിൽക്കും. പിന്നെ അടുത്ത 1 മിനിറ്റ്, അതായത് 10 മിനിറ്റ്, 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒറ്റയടിക്ക് 10 മീറ്റർ അങ്ങ് കയറും. എന്നിട്ട് 2 മീറ്റർ ഇറങ്ങുന്ന കാര്യം ആലോചിക്കേണ്ട, കയറുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഉറപ്പായി നമുക്ക് എങ്ങനെയെങ്കിലും 82ൽ എത്തിയാൽ മതി. 82ൽ എത്തിക്കഴിഞ്ഞാൽ പരിപാടി സക്സസ് ആയി, അതോടൊപ്പം റെഡി കഴിഞ്ഞു. അപ്പൊ ആൻസർ എത്ര? 10 മിനിറ്റ് എന്നുള്ള ആ ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്തണം. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മക്കളെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2025 എടാ 2025 നമ്മുടെ ക്ലർക്ക് ക്യാഷർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ചോദ്യം ഇതാണ്: എ പേഴ്സൺ ക്രോസസ് എ 600 മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ 5 മിനിറ്റ്സ്. അതായത് ഒരു മനുഷ്യൻ 600 മീറ്റർ നീളമുള്ള ഒരു റോഡ് 5 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് പറയുന്നത്. നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാനാണ് മക്കളെ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 600 മീറ്റർ ആണ്. സമയം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റുവാണെങ്കിൽ, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റിയാൽ ഉത്തരം മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ആ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. സോ അതുകൊണ്ട് 5 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. 5നെ 60 കൊണ്ട് ഗുണിച്ചാല് 5 × 60 300 സെക്കൻഡ് എന്ന് വരും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മക്കളെ 600 ആണ്, മീറ്റർ ആണ്. സമയം ദാ പിടിച്ചോ 300. 600നെ 300 കൊണ്ട് ഹരിച്ചാല് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 2 കിട്ടും. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കുക. 18/5 കൊണ്ട് ഗുണിക്കുക. 18/5 കൊണ്ട് ഗുണിക്കുക. 18 2 36. 36നെ 5 കൊണ്ട് ഗുണിച്ചാൽ 36നെ 5 കൊണ്ട് ഹരിക്കണം.
36നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 36നെ 5 കൊണ്ട് ഹരിച്ചാല് 7 5 35 7 പോയിന്റ് സംതിങ് എന്ന് വരും ആൻസർ. എടാ 7 പോയിന്റിൽ തുടങ്ങുന്ന ഒറ്റ ഒരു ഉത്തരമേ ഉള്ളായിരുന്നു. അത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 2025 കഴിഞ്ഞ വർഷം നമ്മൾ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതിയപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾക്ക് വരുന്നത്. അതുകൊണ്ട് ഇത്തരം ചാപ്റ്ററുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2025 തന്നെ നടന്നുപോയ മറ്റൊരു പരീക്ഷ. പിടിച്ചോ. എ കാർ പാസഞ്ചർ ട്രാവൽസ് ഫ്രം കോഴിക്കോട് ടു എറണാകുളം. എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നിന്ന് എറണാകുളം വരെയുള്ള ദൂരം 200 മീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 600 കിലോമീറ്റർ പെർ അവർ. മക്കളെ ശ്രദ്ധിക്കുക. എടാ ഇത് കോഴിക്കോടാണ്, ഇത് കോഴിക്കോട്, ഇത് എറണാകുളമാണ്, ഇത് എറണാകുളം. കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള 200 കിലോമീറ്റർ ദൂരം, 200 കിലോമീറ്റർ ദൂരം എന്ത് സ്പീഡിലാണ് പോകുന്നത്? 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പോകുന്നത്. 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. അതിനുശേഷം ആൻഡ് ഫ്രം എറണാകുളം ടു തിരുവനന്തപുരം, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 220 കിലോമീറ്റർ ദൂരം, 220 കിലോമീറ്റർ ദൂരം എന്ത് വേഗതയിൽ പോയി? 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. എടാ കുഞ്ഞുങ്ങളെ, ചോദ്യകർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും തന്നായിരുന്നുവെങ്കിൽ 2xy ഡിവൈഡഡ് ബൈ x+y ഉപയോഗിക്കാമായിരുന്നു. അതായത് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ദൂരവും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരവും തുല്യമായിരുന്നെങ്കിൽ, പക്ഷെ തുല്യമല്ല. ഒരെണ്ണം 200, ഒരെണ്ണം 220, തുല്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 2xy ഡിവൈഡഡ് ബൈ x+y ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിവിടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ജനറൽ ഇക്വേഷൻ, മക്കളെ, ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേടാ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ആകെ ദൂരം എത്ര? ആകെ ദൂരം 200, 220. 200ഉം 220ഉം കൂടെ കൂട്ടിയാൽ 200ഉം 220ഉം കൂടെ കൂട്ടിയാൽ 420 സെറ്റ്. ആകെ സമയം അറിയാമോ? ഇല്ല. ഇവിടുത്തെ സമയം അറിയത്തില്ല, അവിടുത്തെ സമയം അറിയത്തില്ല. അപ്പൊ ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 അല്ലേ? 200നെ 60 കൊണ്ട് ഹരിക്കട. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 200, ഡിസ്റ്റൻസ് 200, സ്പീഡ് 60. 200നെ 60 കൊണ്ട് ഹരിക്ക്. 0 0 കട്ടായി. ദാണ്ട 20ഉം 6ഉം കൂടെ വെട്ടി. 10 2 20, 3 2 6, 10/3 എന്ന് വരും. അങ്ങനെ നിൽക്കട്ടെ. 10/3 എന്നാ കിട്ടുന്നത്. എനിക്ക് അതിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 10/3 അപ്പുറത്ത്. അതുപോലെ ദൂരം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദാണ്ടേ 0 0 കട്ടായി. 11 2 22. ദാണ്ടേ 2 2 4, 2 കൊണ്ട് വെട്ടി. 11 2 22, 2 2 4. ഇവിടെ 10/3, അവിടെ 11/2 കൂട്ടിക്കോ. 10/3 11/2 കൂട്ടിക്കോ. 10/3 ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 10/3 ആണ്. അവിടെ 11/2 ആണ്. കൂട്ടാം. കാരണം ടോട്ടൽ ടൈം ആണ് വേണ്ടത്, കൂട്ടണം. സോ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 10ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 20 അല്ലേ? 20 പ്ലസ് 3ഉം 11ഉം കൂടെ ഗുണിച്ചാൽ 11 × 3 33 ഡിവൈഡഡ് ബൈ 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 6. 33ഉം 20ഉം കൂടെ കൂട്ടിയാൽ 53 വരും. 53 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും.
53/6 കൊണ്ട് ഹരിക്കണം. 53/6 കൊണ്ട് ഹരിക്കണം. ഒരു ഭിന്നസംഖ്യയാണത്. 420 എന്ന് പറഞ്ഞാൽ 420/1. ഏതൊരു സംഖ്യക്കും ഛേദം ഡിനോമിനേറ്റർ ഒന്നുണ്ട്. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കേണ്ടത്? 53/6 കൊണ്ട് ഹരിക്കണം. തിരിച്ചിട്ട് ഗുണിച്ചാൽ പോരെ? രണ്ട് ഫ്രാക്ഷൻ ഹരിക്കണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 53/6 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 6/53 കൊണ്ട് ഗുണിച്ചാൽ മതി. കണ്ടോ? ഇത് ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കണ്ടോ? ഇത് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് പതുക്കെ ഒന്ന് വെട്ടി നോക്കാം എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് ചെയ്തെടുക്കുമ്പോഴേ 420നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതിനെ 53 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് 47.5 എന്ന് വരും. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നുമില്ലടാ, 42നെ 6 കൊണ്ട് ഗുണിക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെ 53 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ഉത്തരം വരുന്നത് 47.5. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിൻ പോലെയുള്ള ചാപ്റ്ററിൽ നിന്നുള്ള നമ്മുടെ കഴിഞ്ഞു പോയ പരീക്ഷകൾക്ക് ചോദിച്ചു പോയ ചോദ്യങ്ങളാണ് ഞാൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങളിൽ തൽക്കാലത്തേക്ക് നിർത്തുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും ഇരിക്കണം. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉപകാരപ്പെട്ടു, നിങ്ങളൊരു ബുക്കിനകത്തേക്ക് എഴുതി നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ആരുടെയും സഹായമില്ലാതെ ഒരു ചോദ്യം കാണുമ്പോൾ അത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത സമയം സ്വാഭാവികമായിട്ടും അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് തയ്യാറെടുക്കുക. ഇത്തരത്തിലെ കാലതാമസമില്ലാതെ റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ പ്രിന്റ് ഔട്ട് മെറ്റീരിയലുകളും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അതായത് CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലവിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് പോർഷനും ഈ പറയുന്ന 2-3 മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായിട്ട് എക്സാം ഹാളിലേക്ക് വിടുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലർക്ക് ക്യാഷ്യറിന്റെ ബാച്ചുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങൾക്ക് 10 മാർക്ക് വെച്ച് 30 മാർക്ക് വളരെ വളരെ നിർണായകമാണ്. അത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചോദ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞു പോയ പരീക്ഷകളുടെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളെ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പഠിപ്പിക്കും. അതനുസരിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യുവാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ സോഴ്സുകൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റുകൾ, അതേപോലെ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലും ഫ്രീ കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാവുന്നതാണ്. റിവിഷൻ എക്സാമുകൾ എഴുതാൻ പറ്റും. അതേപോലെ അപ്ഡേറ്റുകൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അത് എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുവരെ അതിന്റെ അപേക്ഷ തീയതിയുണ്ട് എന്നതുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സോ അത്തരം സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.